Hi, hello, good evening. Good evening, sir. Good evening, sir. Good evening, good evening. Good evening, sir. Good evening, good evening. എല്ലാവരും കയറിയിട്ടുണ്ടോ? No, sir. മുബക്ഷറ കയറിയിട്ടില്ല. ബഷീർക്ക് എന്ത് പറ്റി? എന്തേലും റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? No, sir. ചോദിച്ചു നോക്കാം. ഓക്കെ, ചോദിച്ചു നോക്കുക. വീട്ടിലെത്തിയിട്ടില്ല. വീട്ടിലെത്തിയ ഉടനെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു, സർ. ഓക്കെ 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 ഓക്കെ. എനിവേസ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു മാർജിനൽ അനാലിസിസിലെ ലിമിറ്റിംഗ് ഫാക്ടർ ഡിസിഷൻസ്. ഓക്കെ, എന്താണ് ലിമിറ്റിംഗ് ഫാക്ടർ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലിമിറ്റിംഗ് ഫാക്ടർ അതിൽ ഡൗട്ട് കാര്യങ്ങളോ ഉണ്ടോ? ആരാധന, ശിവാനി കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കണ്ടത് കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോപ്പറായിട്ട് ഒന്നും കൂടി എന്ത് ചെയ്യാന്, നോട്ടോ അല്ലെങ്കിൽ റെക്കോർഡിങ്സോ കണ്ടിട്ടൊന്നും കൂടി സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർ, വോളിയം ഓക്കെ, ഭയങ്കര ലോ ആണ്. എനിക്ക് മാത്രമാണോ എന്ന് അറിയില്ല. എല്ലാവർക്കും ആ പ്രശ്നം ഉണ്ടോ? No, sir. No, sir. അപ്പോ ശിവാനി, ആരാധന, എന്താ അവസ്ഥ? ലിമിറ്റിംഗ് ഫാക്ടർ പ്രോപ്പറായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു? Yes, sir. Yes, ഇനി sir. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, sir. ശിവാനി? ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഓക്കെ അല്ലേ സുബിത? ഓക്കെ അല്ലേ? ഓക്കെ, സർ. എന്താ സുബിത, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓഡിയോ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് വളരെ വളരെ ലോ ആയിട്ടാ കേൾക്കണേ. എന്താന്ന് അറിയുന്നില്ല. സിസ്റ്റത്തിന്റെ എന്റെ വോളിയം എന്തെങ്കിലും മാക്സിമം ആയതാണോ? അല്ല, മാക്സിമം ആണ് വോളിയം. ഞാൻ ചെക്ക് ചെയ്തു. എന്താ പറ്റി അറിയില്ല. ഇവർക്കൊക്കെ പ്രോബ്ലം ഇല്ലാന്നാ പറഞ്ഞത്. ശിവാനി, ആരാധനക്കൊന്നും പ്രോബ്ലം ഇല്ലാന്നാ അതാണ്. പറഞ്ഞത്. അപ്പൊ എന്റെ എന്തെങ്കിലും പ്രശ്നമോ? ഇയർഫോൺസോ അല്ലെങ്കിൽ ഇയർബഡ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നന്നാവും. ഓക്കെ, ഇല്ല സർ, ഇയർഫോൺസ് ഇല്ല. ഓക്കെ ഓക്കെ. ഒന്നുകൂടി വേണമെങ്കിൽ എക്സിറ്റ് അടിച്ചിട്ട് ഒന്നുകൂടി കയറി വെക്കൂ, അല്ലെങ്കിൽ ഓഡിയോൻ്റെത് ഒന്നുകൂടി ഒന്ന് മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കൂ. ഈ ക്വസ്റ്റ്യനിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ ആരാധന, ശിവാനി? പ്രോപ്പറായിട്ട് നോക്കിയിട്ടില്ലേ? ഓക്കെ അല്ലേ? Yes, sir. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ.
സുവിധ ഇപ്പൊ ഓക്കെ ആണോ? കുറച്ച് എങ്ങനെ? കുറച്ച് ഓക്കെയാണ് സർ. കുറച്ച് വോളിയം കൂടിയുണ്ട്. ഓക്കെ ഓക്കെ. എന്തേ ബഗ് ആവാനാണ് ചാൻസ്. ഓക്കെ, മാക്സിമം എന്തായാലും ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വേണമെങ്കിൽ വായിച്ചു തരാം. ഓക്കെ, എ ബിസിനസ് പ്രൊഡ്യൂസേഴ്സ് 3 പ്രോഡക്റ്റ്. 3 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈച്ച് ഓഫ് ദീസ് പ്രോഡക്ട്സ് റിക്വയർസ് ഡിഫറെന്റ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ എക്സ്. മെറ്റീരിയൽ എക്സ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോഡക്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. ഈ മെറ്റീരിയൽ എക്സ് എന്താണ്? സ്കേഴ്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഓക്കെ, അവിടെ പ്രോപ്പർ ആയിട്ട് പറയുന്നുണ്ട് മെറ്റീരിയൽ എക്സ് എന്താണ്? സ്കേഴ്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ദ ഫോളോയിങ് ബഡ്ജറ്റഡ് ഡാറ്റ റിലേറ്റഡ് ടു 3 പ്രോഡക്ട്സ്. 3 പ്രോഡക്റ്റിനും റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. ഒരു മിനിറ്റ്. ഇത് ഇവിടെ ഇതിന്റെ ടോട്ടൽ പ്രോഫിറ്റ് ആണ് കേട്ടോ. ഇവിടുന്ന് അടിയിക്ക് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ്, മെറ്റീരിയലിന്റെ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട് 5 പെർ കെ ജി. ഒരു കിലോന് 5 ആണ്. ഓക്കെ, അങ്ങനെ $35 എന്തുണ്ട്, മെറ്റീരിയൽ Z1 യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ $20 മെറ്റീരിയൽ Z2 യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ $10 മെറ്റീരിയൽ Z3 യൂസ് ചെയ്തിട്ടുണ്ട്. ലേബർ അതുപോലെ തന്നെ $20 പെർ ഹവർ. ഒരു ഹവറിന് $20 ആണ് ഒരു ലേബറിന് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ 50 ലേബർ $50 ലേബർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ $25 ലേബർ യൂസ് ചെയ്തിട്ടുണ്ട്. $10 ലേബർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ സ്കേഴ്സ് ഏതാന്ന് നോക്കിയിട്ട് എഴുതുക ചെയ്യാം കേട്ടോ. സ്കേഴ്സ് മെറ്റീരിയൽ ഏതാണ്? മെറ്റീരിയൽ ആണ് സ്കേഴ്സ്, ലേബർ അല്ല. ഓക്കെ, അപ്പോൾ അതിൽ കൺഫ്യൂഷൻസ് പാടില്ല. ഓക്കെ, അത് വെച്ചിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യാം. വേരിയബിൾ ഓവർഹെഡ് കൊടുത്തിട്ടുണ്ട്, ഫിക്സ്ഡ് ഓവർഹെഡും കൊടുത്തിട്ടുണ്ട്. ഫിക്സ്ഡ് ഓവർഹെഡ് നമുക്ക് ആവശ്യമുണ്ടോ? ഫിക്സ്ഡ് ഓവർഹെഡ് നമുക്ക് ആവശ്യമുണ്ടോ ഇവിടെ? ഇല്ല. ഓക്കെ, മാച്ച് ദ പ്രോഡക്ട്സ് ടു ദ ഓർഡർ ഇൻ വിച്ച് ദേ ഷുഡ് ബി മാനുഫാക്ചർഡ് ടു എൻഷുർ പ്രോഫിറ്റ്. ഈ 3 പ്രോഡക്റ്റും എന്ത് ചെയ്യുക, റാങ്ക് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് റാങ്കിൽ ഏതാണ് വരുന്നത്, സെക്കൻഡ് റാങ്കിൽ ഏതാണ് വരുന്നത്, തേർഡ് റാങ്കിൽ ഏതാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. ഒന്ന് ചെയ്തേ. ആൻസർ ചാറ്റ് ബോക്സിൽ പ്രൈവറ്റ് മെസ്സേജ് ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് അയക്കുക. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാട്ടോ. ചോദിച്ചിട്ട് ചെയ്യാം. ഓക്കെ, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ചെയ്യാം.
ശിവാനി കറക്റ്റ് ആണ്. ഗുഡ്. നൈസ് നൈസ് നൈസ്. ഗുഡ്. സുബിത കറക്റ്റ് ആണ്. ഗുഡ്. മുബഷിറ ജോയിൻ ആയിട്ടുണ്ടോ? Yes, sir. ഇപ്പൊ വന്നേ ഓക്കെ ഉള്ളൂ. ഓക്കെ ചെയ്യുന്നേ ഓക്കെ sir. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇതിലെ മെറ്റീരിയൽ എക്സ് ആണ്, സ്കേഴ്സ് ആയിട്ടുള്ള മെറ്റീരിയൽ. അതുപോലെ തന്നെ ഓരോന്നിനും എങ്ങനെയാണെന്ന് യൂസ് ചെയ്യുന്നത് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ മാർക്ക് ചെയ്തെടുത്ത് പറയുന്നുണ്ട്. ഒരു മിനിറ്റ്. ഇവിടെ പറയുന്നുണ്ട് ലേബർ ആണോ മെറ്റീരിയൽ ആണോ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാട്ടോ. റാങ്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ റിക്വയർമെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതുവരെ ചെയ്താൽ മതി. ആരാധന കറക്റ്റ് ആണ്. ഗുഡ്. മുബഷിറ കറക്റ്റ് ആണ്. ഗുഡ്. എന്താ തെറ്റി തോന്നുന്നുണ്ടോ? എന്താ പറ്റി? ഞാൻ പ്രൈവറ്റ് ആയിട്ട് അയക്കാതെ ആ ഇതിലയച്ചു. ഓക്കെ ഓക്കെ. എവ്രി ചാറ്റ് വണ്ണിൽ ബോക്സിൽ അയച്ചു. അയച്ചു. എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. നോ പ്രോബ്ലം. ഓക്കെ. നെക്സ്റ്റ് അയക്കുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ. അപ്പോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. പ്രോപ്പർലി ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഒരു $5 ആണ് ഒരു kg കിട്ടുന്നത്. മെറ്റീരിയൽ ആയിട്ടുള്ളത് $5 ഒരു kg കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ഇത് ഏകദേശം എത്ര എണ്ണം
എത്ര മെറ്റീരിയൽ ആണ് ഓരോന്നിനും യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്താൽ കിട്ടും? 35 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ 20 ഡിവൈഡഡ് ബൈ 5, 10 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, അപ്പോൾ ഓരോന്നും എത്ര മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് കിട്ടും. 7 kg, ഇത് 4 kg, ഇവിടെ 2 kg. ഓക്കെ, ഓരോന്നും എത്ര മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ നമ്മളുടെ CM പെർ യൂണിറ്റ് അല്ലെ, CM പെർ യൂണിറ്റ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, CM പെർ യൂണിറ്റ് ഫസ്റ്റ് സ്റ്റെപ്പാണ്. CM പെർ യൂണിറ്റ് ഫൈൻഡ് ചെയ്യാം. Z1, Z2, Z3. ഓക്കെ, CM പെർ യൂണിറ്റ് എത്ര? 200 ആണ് സെല്ലിംഗ് പ്രൈസ്. അതിൽ നിന്ന് നമുക്ക് ഏതൊക്കെ ലെസ് ചെയ്യണം? മെറ്റീരിയലിന്റെ ലെസ് ചെയ്യണം, ലേബറിന്റെ ലെസ് ചെയ്യണം, വേരിയബിൾ ഓവർ ഹെഡിന്റെ ലെസ് ചെയ്യണം. ഓക്കെ, ഇതിന്റെ CM പെർ യൂണിറ്റ് എത്ര? 200 മൈനസ് 35 മൈനസ് 50 മൈനസ് 45 എത്ര കിട്ടുന്നത്? 70 അല്ലേ? 70 അല്ലേ? അതുപോലെ തന്നെ അടുത്തത് 50 മൈനസ് 20 മൈനസ് 25 മൈനസ് 45, 60. അതുപോലെ തന്നെ Z3 50. ഓക്കെ, 100 മൈനസ് 10 മൈനസ് 10 മൈനസ് 30. ഓക്കെ, അപ്പോൾ 50 കിട്ടി. ഓക്കെ അല്ലേ? നമുക്ക് 70, 60, 50. ഓക്കെ, ഇനി എന്താണ്? ഇനി രണ്ടാമത്തെ CM പെർ ലിമിറ്റിംഗ് ഫാക്ടർ യൂണിറ്റ്. ഓക്കെ, ഒന്നെങ്കിൽ ഈ KG വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട്, അതായത് ഇവിടെ നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടർ എന്താ എടുത്തത്? കിലോൻ ഓഫ് മെറ്റീരിയലിന്റെ തൂക്കാണ് എടുത്തിട്ടുള്ളത്. ഒന്നുകിൽ മെറ്റീരിയലിന്റെ കോസ്റ്റ് എടുക്കാം, അതായത് ഡയറക്റ്റ് 35 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം? റാങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡയറക്റ്റ് വെച്ചിട്ടും ചെയ്യാം. അതായത് മെറ്റീരിയലിന്റെ കോസ്റ്റ് നമുക്ക് എന്തായിട്ട് എടുക്കാം? ഓഡിബിൾ അല്ലേ? കേൾക്കുന്നുണ്ടോ? എൻ്റെ ഏതോ ഒരു ഉണ്ട് സർ. ഡിവൈസത്ത് നെറ്റ്വർക്കിന് ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഷെയർ ചെയ്യുന്നതും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ചിലപ്പോൾ സ്ക്രീന് Yes, sir. വീഡിയോ ചിലപ്പോൾ ഇതാവും. ഓക്കെ, വീഡിയോ ക്യാമറ വീഡിയോ ചിലപ്പോൾ ഒന്ന് സ്റ്റക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, രണ്ട് ഡിവൈസ് ആയതുകൊണ്ട് ഡിഫറെൻറ്റ് നെറ്റ്വർക്കിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? KG അല്ലെങ്കിൽ ഇതിന്റെ തൂക്കം വെച്ചിട്ട് വെയിറ്റ് ക്വാണ്ടിറ്റി വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം? 35 വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താവും? ലിമിറ്റിംഗ് ഫാക്ടർ എന്താവും? മെറ്റീരിയൽ കോസ്റ്റ് ആവും. ഇവിടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്താ എടുത്തിട്ടുള്ളത്? മെറ്റീരിയൽ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ 4 kg വെച്ചിട്ടും ഇവിടെ 2 kg വെച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ലിമിറ്റിംഗ് ഫാക്ടർ എത്ര കിട്ടി? 10 per kg കിട്ടി. അതുപോലെ തന്നെ 15 per kg കിട്ടി. അതുപോലെ തന്നെ 25 per kg കിട്ടി. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫൈനൽ സ്റ്റെപ്പ് ആയിട്ടുള്ള റാങ്കിങ് ചെയ്യണം. ഫസ്റ്റ് ഏതാ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് ഏതാണ്? Z3, Z2, Z1. ഓക്കെ, ഇതൊരു ACCA ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഇതൊന്ന് എഴുതിയെടുക്കുക. ഓൾറെഡി എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഈ അയക്കുന്ന നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് ഇതൊരു PDF ആക്കിയിട്ടോ അല്ലെങ്കിൽ ഇതൊരു നിങ്ങളുടെ കോമൺ ഗ്രൂപ്പിലോ എവിടെയെങ്കിലുമൊക്കെ ഇത് ഉണ്ടാവണം, സ്റ്റോർ ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ലാപ്പിലോ എവിടെയെങ്കിലും ഒക്കെ ഇത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. മറ്റേത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഫുൾ ആൻസേഴ്സും ഏത് ക്വസ്റ്റ്യനിന്റെ ആൻസർ ആണെന്ന് പോലും ഇത് മനസ്സിലാവില്ല എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, റിപ്പീറ്റഡ് ആയിട്ട് നോക്കുന്ന സമയത്ത്. ഓക്കെ,
ഓരോ പ്രാവശ്യം സർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം. ഓക്കെ. കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് 70 എങ്ങനെ സർ കിട്ടിയത്? 70 അല്ലേ കോൺട്രിബ്യൂഷൻ? എനിക്ക് ആണല്ലോ. 105 ആണ് കിട്ടിയത്. 105, 80, 60. അതെങ്ങനെ ഫിക്സ്ഡ് എനിക്ക് കോസ്റ്റ് അറിയില്ല. എങ്ങനെ എടുത്തു? ഫിക്സഡ് കോസ്റ്റ് എടുത്തില്ല. വേരിയബിൾ ഓവർഹെഡ് കളഞ്ഞില്ലേ? വേരിയബിൾ ഓവർഹെഡും ലേബറും 200 എടുത്തു. മൈനസ് 200 മൈനസ് 95. 95, അതായത് 1540. അപ്പൊ എന്താ മെറ്റീരിയലിന്റെ കോസ്റ്റ് വരില്ലേ? വേരിയബിൾ കോസ്റ്റ് അല്ലേ? അപ്പോ മെറ്റീരിയൽ സുബിന്റെ ലെക്കിന് ലക്കാണ് സർ റാങ്കിങ് ഇത്. കറക്റ്റ് ആയി. ഓക്കെ. മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്താ എടുക്കാഞ്ഞ്? മെറ്റീരിയൽ ബേസിക് ആണ്. എടുത്തില്ല ഓക്കെ സർ. അയ്യോ ഓക്കെ, ബേസിക് ആണ്. അയ്യോ. ഓക്കെ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കാം. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ചെയ്യാട്ടോ. ഈ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന രീതി ഈ രീതിയിലും ചെയ്യാം. ഓക്കെ, ഈ രീതിയിലും ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ 35ഉം 20ഉം 10ഉം വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടും ആ രീതിയിലും ചെയ്യാം കേട്ടോ. രണ്ട് രീതിയിൽ ചെയ്യാം. ഓക്കെ. എപ്പോഴും നമ്മൾ ക്വാണ്ടിറ്റി കാണുന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റിക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഇതായിരിക്കും ബെറ്റർ. പിന്നെ ഈ CM പെർ ലിമിറ്റിംഗ് ഫാക്ടർ യൂണിറ്റ് എന്തിനാണ്? റാങ്ക് ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇത് എവിടെയും കൊണ്ടുപോയി മൾട്ടിപ്ലിക്കേഷനോ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഏത് രീതിയിൽ നമുക്ക് റാങ്കിങ് കറക്റ്റ് ആയിട്ടേ വരുള്ളൂ. ഇനിയിപ്പോ കോസ്റ്റ് വെച്ച് ചെയ്താലും ക്വാണ്ടിറ്റി വെച്ച് ചെയ്താലും. ഓക്കെ, രണ്ട് രീതിയും പഠിച്ചു വെക്കുക. ഓക്കെ. അതെന്ത് സുബിത മെറ്റീരിയലിന്റെ കോസ്റ്റ് എടുക്കാഞ്ഞ്? അതിനെന്താ റീസൺ ഉണ്ടോ? സർ ഞാനത് എന്താ പറയാ മെറ്റീരിയൽ ഇത്ര ആവശ്യം എന്നുള്ളത് മാത്രമേ കണ്ടു. അതിന്റെ കോസ്റ്റ് ആയിട്ട് ഞാൻ ആലോചിച്ചില്ല. ഓക്കെ 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 ഓക്കെ. റിപ്പീറ്റഡ് ആയിട്ട് സിമിലർ മിസ്റ്റേക്ക് വരാതെ നോക്കുക. ഓക്കെ. എഴുതി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. കഴിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. ജീവൻ ഇതിന്റെ റെക്കോർഡിങ്സ് ഒക്കെ കേൾക്കുന്നുണ്ടോ? അതോ ആള് നിർത്തിയോ? എന്താണ് അവസ്ഥ? ഇല്ല സർ, ആ കുട്ടി നിർത്തിന്നാ പറഞ്ഞ. ഓക്കെ 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 കണ്ടിന്യൂ ചെയ്യാനില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ. പൊട്ടൻഷ്യൽ ഉള്ള ആളായിരുന്നല്ലോ. പെട്ടെന്ന് ഗ്രാസ്പ് ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. കുഴപ്പമില്ലാതെ റെക്കോർഡിങ്സ് ഒക്കെ കേട്ടിട്ട് പിറ്റേ ദിവസം തന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഓക്കെ. വേറെ എവിടെയെങ്കിലും ഓഫ്ലൈൻ ആയിട്ട് കയറിയിട്ടുണ്ടാവും അല്ലേ? മേ ബി, അറിയില്ല. ഫിനിഷ് ആയി സർ. ഓക്കെ. നിങ്ങൾക്ക് എങ്ങനെ വിദ്യരൂപയിൽ കണക്ട് ആവുന്നത് എങ്ങനെയാണ്? ഓരോരുത്തരൊന്ന് പറഞ്ഞ. സുബിത എങ്ങനെയാണ് വിദ്യരൂപയിൽ എത്തുന്നത്? സർ പാലക്കാട് തന്നെയാണ്. അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ ഒരു പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ സിസ്റ്ററാണ് ഈ വിദ്യരൂപയല്ല, ആക്ച്വലി പാലക്കാടിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവർ നടത്തുന്നത്. അവരാണ് വിദ്യരൂപയായിട്ട് കണക്ട് ചെയ്ത് തന്നത്. ട്രാൻസ്പെറൻസി ആണോ? ട്രാൻസ്പെറന്റ്, അതെ അതെ. ട്രാൻസ്പെറന്റ് അക്കാദമി അല്ലേ? ശോഭ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഓക്കെ. അവര്. നിങ്ങളൊക്കെ അത്
ആ ത്രൂവിൽ തന്നെ വന്നതാണോ നിങ്ങൾ ആ എല്ലാവരും? ഞങ്ങൾ അതെ. ഓക്കെ 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 ഗുഡ് ഗുഡ്. എനിവേസ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. The following details relate to three service providers by RST കമ്പനി. RST എന്ന് പറയുന്ന ഒരു റാൻഡം കമ്പനിയിൽ അതിന്റെ 3 സർവീസ് ആണ് ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ. 3 സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ പറയുന്നതൊക്കെ. അതിൽ സർവീസ് RST. ഓക്കെ. കസ്റ്റമേഴ്സിന് ചാർജ് ചെയ്യുന്ന ഫീസ് അതാണ് എന്ത്? കസ്റ്റമേഴ്സിന് ചാർജ് ചെയ്യുന്ന ഫീസ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അതാണ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ. മെറ്റീരിയൽ കുറച്ച് വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ. All three services use the same type of direct labor which is paid $25 per hour. ഒരു ഹവറിന് $25 ആണ്. The fixed overhead are general fixed overhead that have been absorbed on the basis of machine hours. എന്ത് ബേസിസിലാണ് ഫിക്സ്ഡ് ഓവർഹെഡ് ചെയ്യുന്നത്? ഈ ഒരു മെഷീൻ അവേഴ്സ് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ. മെഷീൻ അവേഴ്സ് ബേസ് ചെയ്തിട്ടാണ് ഫിക്സ്ഡ് ഓവർഹെഡ്. ഓക്കെ. What are the most and least profitable uses of direct labor a scarce resource? Scarce resource ആയിട്ടുള്ള ഡയറക്റ്റ് ലേബറിന് എത്രത്തോളം ഏറ്റവും മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് ഏതാണ്, അതേപോലെ തന്നെ ഏറ്റവും ലീസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതും ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ഏത് ഓപ്ഷനാന്നുള്ളത് നിങ്ങൾ പറയാം. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത്. ഓക്കെ. അഗെയിൻ റാങ്കിങ് വരെ ചെയ്താൽ മതി. ഓക്കെ. സാർ ഇവിടെ ലേബർ അല്ലേ സ്കാർസ് റിസോഴ്സ്? അതെ, ലേബർ ആണ് സ്കേഴ്സ് റിസോഴ്സ്. ഉപേശ്വര ഓപ്ഷൻ ഏതാണെന്നാ ചോദിക്കുന്നത്. ഓക്കെ. ഓക്കെ, കറക്റ്റ് ആണ്.
സുബിത തെറ്റാണല്ലോ. ഓപ്ഷൻ ചൂസ് ചെയ്തത് തെറ്റിയതാ. ഏറ്റവും മോസ്റ്റ് പ്രോഫിറ്റബിളും ഏറ്റവും ലീസ്റ്റ് പ്രോഫിറ്റബിളോ ചോദിച്ചത്. ഓക്കെ, കറക്റ്റ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചത്. ഓക്കെ, ആരാധന കറക്റ്റ് ആണ്. ശിവാനും കൂടെ ആൻസർ ചെയ്താൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Sir, ഒരു മിനിറ്റ് എന്റെ ഇടയ്ക്ക് ഒന്ന് കാൽക്കുലേഷൻ തെറ്റി. ഓക്കെ, ലിമിറ്റിംഗ് ഫാക്ടർ കോസ്റ്റ് ആയിട്ടും എടുക്കാം, എന്തായിട്ടും എടുക്കാം, ഹവർ ആയിട്ടും എടുക്കാം, ലേബറിന്റെ ഹവർ ആയിട്ടും എടുക്കാം. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് ടൈപ്പിൽ എടുക്കണം എന്നുള്ളൂ. തെറ്റാണല്ലോ Sir, ഒരു ശിവാനി. മിനിറ്റ് സോറി, ആൻസർ തെറ്റിപ്പോയി. ജസ്റ്റ് ഒരു ഓപ്ഷൻ മിസ്റ്റേക്ക്. Okay. ഓക്കെ, ഇപ്പൊ കറക്റ്റ്. അത് ആ ഓപ്ഷൻ മാറിപ്പോയതാ. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, കുറച്ച് വേരിയബിൾ ആയിട്ടുള്ള കോസ്റ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിന്റെ എന്ത് ചെയ്യാം, കോൺട്രിബ്യൂഷൻ മാർജിൻ നമുക്ക് എഴുതി വെക്കാം. ഒരു മിനിറ്റ്. കാണുന്നുണ്ടല്ലോ, സ്ക്രീൻ ഷെയർ ചെയ്തത് കാണുന്നുണ്ടല്ലോ. ഓക്കെ അല്ലേ? സ്ക്രീൻ ഷെയർ ചെയ്തത് കാണുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് സർവീസ് ആറിന്റെ കോൺട്രിബ്യൂഷൻ മാർജിൻ എത്ര? 100 മൈനസ് 15 മൈനസ് 20 മൈനസ് 15 അല്ലേ? അത് ചെയ്താൽ എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ 150 മൈനസ് 30 മൈനസ് 35 മൈനസ് 20 65 അല്ലേ? 65. അതുപോലെ തന്നെ 160 മൈനസ് 25 മൈനസ് 30 മൈനസ് 22 160 എന്ന് കിട്ടും. ഓക്കെ, കോൺട്രിബ്യൂഷൻ കറക്റ്റ് അല്ലേ? No, sir. ഓക്കെ, 83 അല്ലേ? ആ ഓക്കെ, 83. ഓക്കെ, 160 സെല്ലിംഗ് പ്രൈസ് ആണല്ലോ അല്ലേ? 83. ഓക്കെ, ഓക്കെ. ഇനി എന്താണ് ഡയറക്റ്റ് ലേബർ ആണ് എന്ത് നമുക്ക് സ്കേഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് എന്തിനെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും? നമ്മൾ കോസ്റ്റിനെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. കോസ്റ്റ് ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് കണക്കാക്കും. ഓക്കെ, ലേബർ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് കണക്കാക്കാം. ഓക്കെ, CM per
ലിമിറ്റിംഗ് ഫാക്ടർ യൂണിറ്റ്. CM ഓൾറെഡി മേലെ എഴുതിയിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ എഴുതുന്നില്ല. ഓക്കെ, അപ്പോ CM per ലിമിറ്റിംഗ് ഫാക്ടർ RST എത്രയാണ് വരുന്നത്? അതായത് 50 ഡിവൈഡഡ് ബൈ 20 എത്ര കിട്ടുന്നു നോക്കുക. 65 ഡിവൈഡഡ് ബൈ 35, 65 divided by 35, 83 divided by 30 എത്രയാണ്? 50 divided by 20 2.5 അല്ല, 2.5. അതുപോലെ തന്നെ 65 divided by 35 1.85. അതുപോലെ തന്നെ 83 divided by 30 2.76. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റാങ്ക് ചെയ്യാണ്. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്. ഓക്കെ, റാങ്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഏതാണ്? ടി ആണ് വരുന്നത്. മോസ്റ്റ് പ്രോഫിറ്റബിൾ ടി ആണ്. അപ്പോൾ സിയും പറയാം, നമുക്ക് ഡിയും പറയാം. ഈ രണ്ട് ഓപ്ഷൻ എന്ത് ചെയ്യും? തെറ്റാന്ന് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഓക്കെ, ലാസ്റ്റ് ഏതാ? ഏറ്റവും ലീസ്റ്റ് പ്രോഫിറ്റബിൾ ഏതാ? ഇവിടെ ലീസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് എസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഓപ്ഷൻ ആണെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഒന്ന് എഴുതിയെടുത്ത് നിങ്ങൾ തന്നെ നിങ്ങളെ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, പ്രോപ്പറായിട്ട് എപ്പോഴും നിങ്ങൾ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നോട്ട് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. സുബേദ എഴുതി കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെയാണ്. ആരാധന എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശിവാനി എഴുതി കഴിഞ്ഞല്ല? ഓക്കെ ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞുതരാം. ടെമ്പ കമ്പനി മേക്സ് 2 മോഡൽ ഓഫ് ഇറ്റ്സ് ഹെയർ ഡ്രയർ. ഹെയർ ഡ്രയർ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഓക്കെ, 2 മോഡൽ ഉണ്ടാക്കുന്നുണ്ട്. ദ കോപ്പർ വൈൻഡിങ് മെഷീൻ ഹാസ് ബീൻ ദ കൺസ്ട്രെയിൻഡ് ഇൻ ദ ഫാക്ടറി ഇൻ ദ പാസ്റ്റ്. പാസ്റ്റില് കോപ്പർ വൈൻഡിങ് മെഷീൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? കൺസ്ട്രെയിൻഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ദ കപ്പാസിറ്റി ഓഫ് ദിസ് മെഷീൻ ഈസ് 9600 മിനിറ്റ്സ് പെർ മന്ത്. ഓക്കെ, എന്താണ് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ളത്? മെഷീൻ അവേഴ്സ് ആണ് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ മെഷീൻ അവേഴ്സ് മീൻസ് ഓക്കെ, മെഷീൻ അവേഴ്സ് ആയിട്ടാണ് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ളത്. ഒരു മാസത്തില് ആ മെഷീൻ എന്താണ്? 9600 മിനിറ്റ്സ് പെർ മന്ത്. ഒരു മാസത്തിൽ 9600 മിനിറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അതാണ് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ളത്. ഡാറ്റ കൺസേണിങ് ദീസ് 2 പ്രോഡക്ട്സ് അപ്പിയർ ബിലോ. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റകൾ അടിയിൽ തന്നിട്ടുണ്ട്. സെയിൽസ് പ്രൈസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻ മാർജിൻ ഓൾറെഡി തന്നിട്ടുണ്ട്, മെഷീൻ ടൈം പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് 0.5 ആണ്, 0.5. ഓക്കെ, അതുപോലെ തന്നെ 0.6 മിനിറ്റ്സ് ആണ്. ഓക്കെ, മന്ത്ലി ഡിമാൻഡ് തന്നിട്ടുണ്ട് 2 പ്രോഡക്റ്റിനും, സ്റ്റാൻഡേർഡിനും അതുപോലെ തന്നെ പ്രീമിയത്തിനും ഡിമാൻഡ് എത്ര എന്നുള്ളത് തന്നിട്ടുണ്ട്. റിക്വയർഡ് ആയിട്ടുള്ള നമുക്ക് എന്താണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഡിറ്റർമൈൻ ഇഫ് ദ കോപ്പർ വൈൻഡിങ് മെഷീൻ ഈസ് കറന്റ്ലി എ കൺസ്ട്രെയിന്റ്. ഇൻ അതർ വേർഡ്സ്, ഡസ് പ്രോഡക്റ്റ് ഡിമാൻഡ് എക്സീഡ് മെഷീൻ കപ്പാസിറ്റി? പ്രോഡക്ട്സിന്റെ ഡിമാൻഡിനനുസരിച്ചിട്ട്, അതായത് ഇവിടെ നമ്മൾ ചോദിക്കുന്നത് എന്താണെന്ന് പറയാം, ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഇത് കൺസ്ട്രെയിൻഡ് ആണോ ശരിക്ക്, അതായത് മാർക്കറ്റിലുള്ള ഡിമാൻഡ് മീറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, മാർക്കറ്റിലുള്ള ഡിമാൻഡ് അച്ചീവ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ് എന്തായിട്ടുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അത് ലിമിറ്റിംഗ് ഫാക്ടർ ആണോ എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അതായത് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടറിൽ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, രണ്ടാമത് എന്താണ്? ഡിറ്റർമൈൻ ദ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ മെഷീൻ മിനിറ്റ് ഫോർ ഈച്ച് പ്രോഡക്റ്റ്. CM പെർ മെഷീൻ, അതായത് ലിമിറ്റിംഗ് ഫാക്ടർ യൂണിറ്റ് എന്താണെന്നുള്ളതാണ് നമ്മളോട് സെക്കൻഡ് ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. മൂന്നെന്താണ്? അസ്യൂമിങ് ദാറ്റ് ദ കോപ്പർ വൈൻഡിങ് മെഷീൻ ഈസ് എ കൺസ്ട്രെയിന്റ്, how many units of each product should be made to maximize
നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. അതായത് നെറ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് ഇൻകം മാക്സിമം ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, മാക്സിമം പ്രോഫിറ്റബിലിറ്റിക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള മാക്സിമം പ്രോഫിറ്റബിലിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് പ്രൊഡക്ഷൻ പ്ലാൻ എന്താ എന്നുള്ളതാണ് തേർഡ് വൺ സിയിൽ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടറിൽ പഠിച്ച ഓരോ കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് ഓരോന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈൻഡ് ചെയ്തിട്ട് അയക്കുക. ഫസ്റ്റ് എ എന്ന് പറയുന്നതിന്റെ ആൻസർ അയക്കുക. ഓക്കെ, ഓക്കെ, ശിവാനി കറക്റ്റ് ആണ്. ശിവാനി ഓൾറെഡി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ഓരോന്നിന്റെ ആൻസർ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, കോൺട്രിബ്യൂഷൻ മാർജിൻ തന്നിരിക്കുന്ന എന്തിന്റെയാണ് എങ്ങനെ സർ? ഇവർ ഇതില് ഡിറ്റർമൈൻ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ മെഷീൻ മിനിറ്റ് ഫോർ ഈച്ച്. കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ യൂണിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള തേർഡ് സ്റ്റെപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത്. കോൺട്രിബ്യൂഷൻ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ, പിന്നെ റിപ്പീറ്റഡ് അത് ചോദിക്കോ? കോൺട്രിബ്യൂഷൻ എന്താ ഇവിടെ തന്നിട്ടുണ്ടല്ലോ, എന്താ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, 12ഉം 9ഉം. ഓക്കെ, കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ യൂണിറ്റ് ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളത് ഫൈൻഡ് ചെയ്യുക. ഞാനൊന്ന് നിസ്കരിച്ചു വരാം. ഓക്കെ, പ്രോപ്പറായിട്ട്
ചെയ്തിട്ടുണ്ടോ? നോക്കട്ടെ ആൻസർ അയച്ചിട്ടുള്ളത്. ഓക്കെ, ശിവാനി കറക്റ്റ് ആണ്. ഗുഡ്. ആരാധന കൺസ്ട്രെയിൻഡ് ആണ്. ഓക്കെ, ബാക്കി എവിടെ? 3 ക്വസ്റ്റിന്റെ ആൻസർ അയച്ചിട്ടുണ്ട്. അതന്നെ ശിവാനി കറക്റ്റ് ആണോ കേട്ടോ? എല്ലാതും കറക്റ്റ് ആണ്. ഗുഡ്. കൺസ്ട്രെയിൻഡ് ആണ്. ഓക്കെ, സുബിത കറക്റ്റ് ആണ്. ഗുഡ്. ആരാധന ഈ അയച്ചിട്ടുള്ളത് ഏതിൻ്റെ അതാ? പ്രീമിയം ആണോ സ്റ്റാൻഡേർഡ് ആണോ? ഓക്കെ, ബഷീറയ കറക്റ്റ് ആണ്. ലിമിറ്റിംഗ് ഫാക്ടർ എന്ത് വെച്ചിട്ടാ ബഷീറ ഫൈൻഡ് ചെയ്ത്? CM per limiting factor. So 9 divided by the time. ടൈം എത്ര കൊടുത്ത്? എങ്ങനെയാണ്? ഹവറിലാണോ മിനിറ്റ്സിലാണോ എങ്ങനെയാണ് കൊടുത്ത്? Minutes. മിനിറ്റ്സിലോ? എത്ര മിനിറ്റ്സ് വെച്ചിട്ടാ ഡിവൈഡ് ചെയ്ത്? സ്റ്റാൻഡേർഡിന്റെ 9 ഡിവൈഡഡ് ബൈ അല്ല സർ 9 divided by 0.5 അങ്ങനെ കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 18. ഇവിടെ CM പിന്നെ 12 divided by 0.6 20 അങ്ങനെ. ഓക്കെ, ഇത് റാങ്കിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുബഷിറ റാങ്കിങ് ആണോ അതെ അയച്ചിട്ടുള്ളത്? ഓക്കെ, അതെ റാങ്കിങ് അല്ല ബി നമ്മളോട് റാങ്കിങ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് CM per ലിമിറ്റിംഗ് ഫാക്ടർ യൂണിറ്റ് എത്ര എന്നുള്ളതാണ്. റാങ്കിങ് അല്ല ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, റാങ്കിങ് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ 1, 2 എന്ന് കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഓക്കെ, എനിക്ക് എന്താന്ന് മനസ്സിലായില്ല. പ്രീമിയം കറക്റ്റ് ആണ്. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ സർ. ഓക്കെ, കറക്റ്റ്. ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ ഓക്കെ, ആരാധന കറക്റ്റ് ആണ്. അതുപോലെ തന്നെ CM per ലിമിറ്റിംഗ് ഫാക്ടർ യൂണിറ്റ് അയച്ചിട്ടില്ല, അതും കൂടി ഒന്ന് അയച്ചേ. ഫൈനൽ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആയാലാണല്ലോ ഫൈനലിലോട്ട് എത്തുന്നത്. ഓക്കെ, CVP-നേക്കാളും ടഫ് ആണോ ലിമിറ്റിംഗ് ഫാക്ടർ യൂണിറ്റ്? ലിമിറ്റിംഗ് ഫാക്ടർ ഡെസിഷൻസ് അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർജിനൽ അനാലിസിസിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ലിമിറ്റിംഗ് ഫാക്ടർ ഡെസിഷൻസ്. ഓക്കെ, ഓക്കെ, ആരാധനയുടെ CM per ലിമിറ്റിംഗ് ഫാക്ടർ യൂണിറ്റും കൂടെ അയച്ചാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് ആണ്. ഗുഡ്. ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഓരോന്നായിട്ടാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. റാങ്ക് ചെയ്യാൻ പറയുന്നിടത്ത് റാങ്ക് ചെയ്യുക, ഫൈൻഡ് ചെയ്യാൻ പറയുന്നിടത്ത് ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ ABC എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്നിന്റെ ആൻസറും കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആൻസർ അറിയാം. ഓക്കെ, ബട്ട് നിങ്ങൾ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ അതിൽ തെറ്റും. ഓക്കെ, നിങ്ങൾ ഫൈൻഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ആൻസർ അറിയാം, എന്നാലും ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ തെറ്റാൻ പാടില്ല. ഓക്കെ,
അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഓക്കെ, എല്ലാത്തിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ശ്രദ്ധിച്ചിട്ട് ഇത് തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. ഓക്കെ, ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ള എത്ര? അവൈലബിൾ ആയിട്ടുള്ള അവേഴ്സ് എത്ര? മിനിറ്റ്സ് ആണ് അല്ലെ? മിനിറ്റ്സ് ആണ്. 9600 മിനിറ്റ്സ്. ഓക്കെ, ടോട്ടൽ റിക്വയർഡ് ആയിട്ടുള്ളതോ? 10,800. Total required to meet the demand 10,800 അല്ലേ? അതായത് 12,000 യൂണിറ്റ്സ് ഇൻറ്റു 0.5 മിനിറ്റ്സ് പ്ലസ് 8,000 യൂണിറ്റ്സ് ഇൻറ്റു 0.6 മിനിറ്റ്സ്. ഓക്കെ, ഇതാണ് എന്ത് 10,800 മിനിറ്റ്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, കൺസ്ട്രെയിൻഡ് ആണോ? കൺസ്ട്രെയിൻഡ് ആണ്. വി കനോട്ട് മീറ്റ്, അപ്പൊ എന്ത് ചെയ്യാം? വി കനോട്ട് മീറ്റ് ദ ഡിമാൻഡ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരുന്നു ആദ്യത്തെ എസ് എ ക്വസ്റ്റ്യനിൽ. നമ്മൾ എസ് എ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് എക്സാമിൽ. ഓക്കെ, ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാൽ ABC എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. ഒറ്റ സിനാരിയോയിൽ കുറെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഉള്ള സമയത്ത് ഈ ഒരു രീതിയിലായിരുന്നു എഴുതിയിരുന്നത്. ആദ്യം അതിന്റെ ഇക്വേഷൻ എഴുതും, എന്താന്ന് എഴുതും, അത് ഈക്വൽ ടു അടിച്ചിട്ട് ഇതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയി. ഓക്കെ, കുറച്ചും കൂടി ഈ ഒരു പ്രോസസ്സ് കുറച്ചും കൂടി സിമ്പിൾ ആയി എന്നുണ്ടെങ്കിലും ബട്ട് നമ്മൾ നോർമലി എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം ഒരു എസ് എ, അതായത് നമ്മളുടെ വിൻഡോയുടെ ഒരു മിഡിലൊക്കെ ആകുമ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യ എക്സാം എഴുതുന്നവരൊക്കെ ഇതിന്റെ ഗ്രൂപ്പിൽ, ടെലഗ്രാം ഗ്രൂപ്പിൽ കാര്യങ്ങളിലൊക്കെ അയക്കുമായിരുന്നു. ഇന്ന ടോപ്പിക് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഏകദേശം നമുക്ക് എസ് എ ക്വസ്റ്റ്യൻസിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഓക്കെ, അറിയില്ല അതിന്റെ കൂടുതലായിട്ട്. ഓരോ വിൻഡോയില് ഇപ്പൊ കറന്റ്ലി ഇനി ഒരു ഇപ്പൊ മെയ് ജൂൺ വിൻഡോയിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു വിൻഡോയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഈ എസ് എ മാറി കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്. കണ്ടു തന്നെ അറിയണം, റിസൾട്ട് വരുമ്പോഴൊക്കെയാണ് അറിയുള്ളൂ. ഓക്കെ, സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചിട്ടേ അറിയുള്ളൂ എങ്ങനെയാണ് അവർക്ക് വന്നതെന്നുള്ളത്. Therefore, മെഷീൻ എന്താണ്? മെഷീൻ അവർ ഈസ് എ ലിമിറ്റിംഗ് ഫാക്ടർ, അല്ലെങ്കിൽ മെഷീൻ അവർ ഈസ് കൺസ്ട്രെയിൻഡ്. ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മൾ എഴുതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ യൂണിറ്റ്. കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ യൂണിറ്റ്. കോൺട്രിബ്യൂഷൻ മാർജിൻ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് 9 ഉം 12 ഉം അല്ലെ? അപ്പോ കോൺട്രിബ്യൂഷൻ മാർജിൻ ആദ്യം എഴുതാം. പ്രീമിയം ഫസ്റ്റ് ഏതായിരുന്നു ഇവിടെ? സ്റ്റാൻഡേർഡ് പ്രീമിയം. ഓക്കെ, ഇങ്ങനെയല്ല വരുന്നത്. 9, 12 per unit. CM per limiting factor unit. എന്താണ് CM per limiting factor unit? 9 divided by എത്രയായിരുന്നു ഒന്നിന്? 0.5 ഉം 0.6 ഉം. ഓക്കെ, 9 divided by 0.5 is equal to ഇത്ര എന്നുള്ളത് 12 divided by 0.6 is equal to 9 divided by 0.5 is equal to 18. അതുപോലെ തന്നെ 18 പെർ മിനിറ്റ്. ഓക്കെ, ഒരു മിനിറ്റിന്. അതുപോലെ തന്നെ 12 divided by 0.6 20 പെർ മിനിറ്റ്. ഓക്കെ, $20 പെർ മിനിറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, CM പെർ ലിമിറ്റിംഗ് ഫാക്ടർ യൂണിറ്റ് കിട്ടി. ഇനി നമ്മളോട് ഫൈനലായിട്ട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? ഫൈനലായിട്ട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ബെസ്റ്റ് പ്രൊഡക്ഷൻ പ്ലാൻ. ഓക്കെ, ബെസ്റ്റ് പ്രൊഡക്ഷൻ പ്ലാൻ ആണ് ഫൈനലായിട്ട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഏതാണ് ബെസ്റ്റ് പ്രൊഡക്ഷൻ പ്ലാൻ? നമ്മൾ റാങ്ക് ചെയ്തു. റാങ്ക് 1 ഏതിന് കൊടുത്തു? റാങ്ക് 1, റാങ്ക് 2. ഓക്കെ, റാങ്ക് ചെയ്തതിന്റെ ശേഷം നമ്മളോട് അടുത്ത് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്ത്? ബെസ്റ്റ് പ്രൊഡക്ഷൻ പ്ലാൻ. പ്രൊഡക്ഷൻ
ഏതായിരുന്നു ബെസ്റ്റ് പ്രൊഡക്ഷൻ പ്ലാൻ? നമ്മൾ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതാ? പ്രീമിയം ആണ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, എത്ര യൂണിറ്റ്സ് ഉണ്ട്? 8000 യൂണിറ്റ്സ് ഓഫ് പ്രീമിയം ആണ് ഡിമാൻഡ് ഉള്ളത് അല്ലെ? ഡിമാൻഡ് എത്ര യൂണിറ്റ്സ്? 8000 യൂണിറ്റ്സ് ഓഫ് പ്രീമിയം. ഓക്കെ, അപ്പൊ 8000 യൂണിറ്റ്സ് ഇൻറ്റു എത്രയാണ് ഒരു ഇതിന്? 0.6. 8000 ഇൻറ്റു 0.6 മിനിറ്റ്. ഓക്കെ, അപ്പോ എന്ത് കിട്ടും? എത്രയാണ് കിട്ടുന്നത്? 8000 ഇൻറ്റു 0.6 4800. ടോട്ടൽ എത്ര ഉണ്ടായിരുന്നത്? 9600. ഓക്കെ, അതിൽ നിന്ന് ലെസ് ചെയ്താൽ റിമൈനിങ് എത്രയാണ്? മൈനസ് 4800 തന്നെ ഉണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 0.5 ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് എത്രയാണ് ഇതിന് യൂസ് ചെയ്തതെന്നുള്ളത് കിട്ടും. അതായത് സ്റ്റാൻഡേർഡിന് എത്രയാണ് യൂസ് ചെയ്തതെന്നുള്ളത് കിട്ടും. ഓക്കെ, 4800 divided by 0.5, 9600. എന്ത്? സ്റ്റാൻഡേർഡ്. അപ്പോൾ സ്റ്റാൻഡേർഡ് 9600ഉം പ്രീമിയം 8000ഉം ആണ്. അതായത് ഓപ്ഷനിൽ 9600 സ്റ്റാൻഡേർഡ് ആൻഡ് 8000 പ്രീമിയം. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും എന്ത് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? പ്രോപ്പർ ആയിട്ടൊന്ന് എഴുതി വെക്കുക. ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഈ ഒരു രീതി തന്നെ അല്ലേ ചെയ്തത്? Okay. ആ ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കും, ഫോട്ടോ എടുത്തിട്ട്. ഒരു മിനിറ്റ്. എടുത്തോ? എടുത്തു സർ. ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങട്ടെ സർ. ഒന്ന് 6-ന് വെക്കേണ്ട ക്ലാസ് ആയിരുന്നോ 6:30 ആയത്? അല്ല, ഇന്ന് എന്തായാലും 6-ന് വെച്ച മുബക്ഷരയ്ക്ക് പറ്റില്ല. അപ്പൊ കുഴപ്പമില്ല സർ, ഞാൻ വീഡിയോ കണ്ടോളാം. ഓക്കെ, നിങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെ അല്ലേ വെച്ചിട്ടുള്ളത്? ആ എന്റെ മാറിയിട്ടില്ലല്ലോ? ഞാൻ വെച്ചത് ഇല്ല മാറിയിട്ടില്ലല്ലോ? സർ, ഇല്ല സർ. Okay. സർ ക്വസ്റ്റ്യൻസ് ആണോ ചെയ്യണം? അങ്ങനെയാണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ഫോട്ടോ എടുത്താ എനിക്ക് ചെയ്ത് നോക്കായിരുന്നു. കാരണം ചിലപ്പോ Questions ബാലചന്ദ്രൻ സർ റെക്കോർഡിംഗ് ഇടാൻ ആണ് ഒരുപാട് ലേറ്റ് ആവും. ഓക്കെ, ക്വസ്റ്റ്യൻസ് സർ ആണ് ചെയ്യുന്നത്. ഓക്കെ, എന്നാ ഞാനൊന്ന് ഫോട്ടോ എടുത്താ എനിക്കത് ചെയ്യാലോ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ ഒന്ന് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന സ്ക്രീന് അവിടെ ചെയ്തത് ആവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി എടുത്തോ. ഓക്കെ സർ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തന്നെ ഉള്ളൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടാവുള്ളൂ സർ. ഇല്ല, നമുക്ക് 6:30 സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ 7:30 7:40 ആയിട്ടുള്ളൂ. അപ്പൊ ഇനി ഉണ്ടാവുമോ? എന്നാ അത് കൂടി ഒന്ന് തരുമോ? ഇല്ല, ഈ ഒരു ക്വസ്റ്റ്യനെ കറന്റ് ഉള്ളൂ. ഓക്കെ, ആണോ? ഓക്കെ സർ, നോ പ്രോബ്ലം പിന്നെ സർ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ ഓൾറെഡി സാറിന് മെസ്സേജ് ഇട്ടോളാം സാർ. പക്ഷെ ചിലപ്പോ ബിസി ആണെങ്കിൽ ലേറ്റ് ആവും റെക്കോർഡിങ്സ് ഇടാൻ.
അത് ഓക്കെ അതായിരുന്നു. ഓക്കെ. കുഴപ്പമില്ല സർ, ഞാൻ റിമൈൻഡ് ചെയ്തോളാം. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ തരാം. ഓക്കെ. നിങ്ങൾക്ക് സാറിനെ വിളിച്ച് റെക്കോർഡിങ്സ് ഒക്കെ ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഇത് ത്രൂ അയച്ചുതരാം. ഓക്കെ, ഇതിലൊന്നും മെസ്സേജ് ഇടുക. ഓക്കെ, ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഓക്കെ ഓക്കെ സർ. ഓക്കെ. ആവശ്യങ്ങൾക്ക് മാത്രം സാറ് ത്രൂ തന്നെ മാക്സിമം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സാറിന് ഓക്കെ സർ. തിരക്കായിട്ട് സാറ് റിപ്ലൈ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഇതിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ സർ. പരമാവധി സാറ് ത്രൂ തന്നെ പോകുന്നതാണ് എനിക്ക് നല്ലത്. എനിക്ക് രാവിലെ വേറെ ഷെഡ്യൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ സ്റ്റുഡൻസ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഞാനും റിപ്ലൈ തരാൻ വിട്ടുപോകും, അല്ലെങ്കിൽ ഡിലേ ഓക്കെ ഒക്കെ സർ. ആവാറുണ്ട്. ഓക്കെ 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 സർ. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. ഓക്കെ ഓക്കെ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് സർ ടോട്ടൽ ഡിമാൻഡ് എത്രയാ ഓരോ പ്രൊഡക്റ്റിന്റെ പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ? ഓരോ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഡിമാൻഡിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. മാർക്കറ്റ് ഡിമാൻഡിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടി? ഇങ്ങനെ ഡൗട്ട് ഉണ്ടോ? അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഡൗട്ട് ഉണ്ടോ ശിവാനി? ചെറുതായിട്ടൊരു ഡൗട്ട് ഉണ്ട്. ഡിമാൻഡ് ഇല്ല, അപ്പൊ റാങ്ക് 1-നുള്ളത് തന്നെ മൊത്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ,
ഡിമാൻഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത്രയും വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അർത്ഥം കൂടി ഉണ്ട്. ഓക്കെ, മാക്സിമം അത്ര യൂണിറ്റ്സ് എന്താ ചെയ്യും പോവുള്ളൂ, സെയിൽ ചെയ്ത് പോവുള്ളൂ. ഇവിടെ പ്രോപ്പർ ആയിട്ടൊരു ഡിമാൻഡോ കാര്യങ്ങളൊന്നും പറയണില്ല. ഓക്കെ, അപ്പോൾ മാക്സിമം എന്ത് ചെയ്യാം, മാക്സിമം പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതാണല്ലോ റാങ്ക് 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മാക്സിമം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മാക്സിമം കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് കിട്ടുന്ന പ്രോഡക്റ്റ്. ഓക്കെ, സർ അപ്പൊ അതില് റാങ്ക് 1 ഏതാണ് അത് മാത്രം മെൻഷൻ ചെയ്താൽ മതി. അത് മാത്രം പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അയച്ച ആൻസർ കറക്റ്റ് ആണോ? അത് എത്ര യൂണിറ്റ്സ് ആണെന്ന് കൂടി അയക്കുക, അല്ലെങ്കിൽ എത്ര യൂണിറ്റ്സ് ആണ് ആ പ്രൊഡക്റ്റ് ചെയ്യുന്നതെന്നും കൂടി അയക്കുക. പോയല്ലേ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ ആവുള്ളൂ ശിവാനി. അതെങ്ങനെ അത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക? സോറി സാർ. ആകെ അവൈലബിൾ ആയിട്ടുള്ള പൗണ്ട്സ് എന്ന് പറയുന്നത് 5000 പൗണ്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ മന്തിലും. അതിൽ എത്ര ആ 5000 പൗണ്ട്സ് കൊണ്ട് എത്ര ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, ആരാധന കറക്റ്റ് ആണ്, ഗുഡ്. ശരി, കറക്റ്റ് ആണ്. ഏതാണ് ഇത്രയും യൂണിറ്റ്സ് ആന്ന് പറഞ്ഞു, ഏത് പ്രൊഡക്റ്റ് ആന്ന് പറഞ്ഞില്ല. ശിവാനി തെറ്റാണ്. ശിവാനിന്റെ പ്രൊഡക്റ്റ് കറക്റ്റ് ആണ്, ബട്ട് എത്ര യൂണിറ്റ്സാ എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, പ്രോഡക്റ്റ് കറക്റ്റ് ആണ്, എത്ര യൂണിറ്റ്സാ എന്നുള്ളത് തെറ്റാണ്. ഉപശിറ കറക്റ്റ് ആണ് കേട്ടോ. പോയിന്റ് ആൻസർ ആണോ വരിക? ആ, ചെറിയൊരു പോയിന്റ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കറക്റ്റ്. അപ്പൊ നേരത്തെ എന്താ ഫൈൻഡ് ചെയ്ത് 500 സംതിങ് ഒക്കെ വന്ന്? അത് ഞാൻ അറിയേണ്ട മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡിന്റെ അവിടെ. പിന്നെ ആ 500 അത് എനിക്ക് പിന്നെ ആദ്യത്തേത് തെറ്റിയപ്പോ എനിക്ക് 3 ആ മെറ്റീരിയൽ കോസ്റ്റ് അതിൽ പിന്നെ അതിൽ ഒന്ന് ശ്രദ്ധ പോയി. പിന്നെ ഞാൻ ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽസ് എടുത്ത് അത് തെറ്റി. ഓക്കെ ഓക്കെ, ഇവിടെ കോൺട്രിബ്യൂഷൻ മാർജിൻ ഓരോന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പോവാം. ഫസ്റ്റ് എന്താണ് കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് എത്രയായിരുന്നു? 32. ഏതൊക്കെയായിരുന്നു പ്രൊഡക്റ്റ്? എക്സ്, വൈ, സെറ്റ്. ഓക്കെ, 32, 14, 21. ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കോൺട്രിബ്യൂഷൻ മാർജിൻ. ഓക്കെ, കോൺട്രിബ്യൂഷൻ മാർജിൻ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ലായിരുന്നു അല്ലെ?
ഓക്കെ. ഒറിഗോൺ കമ്പനി പ്രൊഡ്യൂസേഴ്സ് 3 പ്രോഡക്റ്റ് XYZ എന്ന് പറഞ്ഞ 3 പ്രോഡക്ട്സ് ഉണ്ട്. ഡാറ്റ കൺസേണിങ് 3 പ്രോഡക്ട്സ്. ഡാറ്റ അതിനെ കുറിച്ചുള്ള ഡാറ്റ തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ മാർജിൻ ഇത് വെച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ഡയറക്റ്റ് ആയിട്ട് തന്നുകൊണ്ട്. ഓക്കെ. ഡിമാൻഡ് ഫോർ ദ കമ്പനി പ്രോഡക്ട്സ് ഈസ് വെരി സ്ട്രോങ് വിത്ത് ഫാർ മോർ ഓർഡർ ഈച്ച് മന്ത് ദാൻ ദ കമ്പനി ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് ദ അവൈലബിൾ റോ മെറ്റീരിയൽസ്. അതായത് അവൈലബിൾ ആയിട്ടുള്ള ഡിമാൻഡ് എന്താണ്, കുറെ എത്ര സ്പെസിഫിക് ആയിട്ട് തന്നിട്ടില്ല, പക്ഷേ ഡിമാൻഡ് ഭയങ്കര അധികമാണ്. നമുക്ക് മീറ്റ് ആവില്ല എന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് കൺസ്ട്രെയിന്റ് ആണ് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ. ബോട്ടിൽ നെക്ക് ആണ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടർ ആണ് എന്നുള്ളത് മനസ്സിലാക്കി. ഓക്കെ. ദ സെയിം മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഇൻ ഈച്ച് പ്രോഡക്റ്റ്. ഓരോ മെറ്റീരിയലിലും ഈ ഓരോ പ്രൊഡക്റ്റിലും ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്. ദ മെറ്റീരിയൽ കോസ്റ്റ് 3 per pound. ഓരോ മെറ്റീരിയലിനും കോസ്റ്റ് ആയിട്ട് എത്രയാണ്, 3 ആണ് വരുന്നത്. വിത്ത് എ മാക്സിമം ഓഫ് 5,000 pounds ഓഫ് അവൈലബിൾ. മാക്സിമം എത്രയാണ്, മാക്സിമം അവൈലബിലിറ്റി 5,000. ഓക്കെ. മാക്സിമം അവൈലബിലിറ്റി. ഓക്കെ. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് മെറ്റീരിയലിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, കോസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഓരോന്നിന്റെ പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. പൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24 divided by x y z 24 divided by 3. 24 divided by 3. അതുപോലെ തന്നെ 15 divided by 3. അതുപോലെ തന്നെ 9 divided by 3. ഓക്കെ. ഓരോന്നിന്റെ എത്രയാണെന്നുള്ളത് പറഞ്ഞ 24 divided by 3 8 പൗണ്ട്. അതുപോലെ തന്നെ 5 3. ഓക്കെ. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഡിവൈഡ് ബൈ 8 divided by 5 divided by 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ യൂണിറ്റ് കിട്ടും. 32 divided by 4 അല്ല 32 divided by 8 4 ആൻസർ വരും അല്ലേ. ഓക്കെ. 4 pounds per pound. 4 per pound. അതുപോലെ തന്നെ 14 divided by 2.8 per pound. അതുപോലെ തന്നെ 7 per pound. കറക്റ്റ് അല്ലേ? ഇതല്ല ലിമിറ്റിംഗ് ഫാക്ടർ പെർ യൂണിറ്റ് കിട്ടുന്നത്, കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ. ഓക്കെ. റാങ്ക് ചെയ്യാം. റാങ്കിങ് ഏതവസ്ഥയായിരുന്നു, റാങ്ക് 1, റാങ്ക് 1 2 3. നമ്മളോട് എത്രയാണ്, അതായത് ഡിമാൻഡ് കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്, അവൈലബിളിനെക്കാട്ടിൽ കൂടുതലാണ് ഡിമാൻഡ് എന്നുള്ളത് ഈ ഒരു ലൈനിൽ പറയുന്നുണ്ട്. ഓക്കെ. ഈ ഒരു ലൈനിൽ പറയുന്നുണ്ട്. ഓക്കെ. പക്ഷെ എത്രയാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, റാങ്ക് 1ലുള്ള മാക്സിമം ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ. എത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, 5,000 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ. 5,000 pounds ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 5,000 ഡിവൈഡഡ് ബൈ ഒന്നിന് എത്ര പൗണ്ട് മെറ്റീരിയൽ വേണം, സെഡിന് 3 അല്ലെ. 5,000 ഡിവൈഡഡ് ബൈ 3 പൗണ്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള 1666 സെഡ് കിട്ടും. റൗണ്ട് ചെയ്തിട്ട് 0.67 റൗണ്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ കിട്ടും. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മുബഷിറ ഓക്കെ അല്ലേ? സർ ഇത് ഓക്കെ ആണ് സർ. എന്റെ ഹെൽത്ത് എനിക്ക് ഓക്കെ അല്ല, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ലീവ് ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് പറ്റി? യൂഷ്വലി വയറുവേദന, ഓക്കെ ഇരിക്കാൻ ഓക്കെ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ. സർ വേറെ പുതിയത് എടുക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ചെയ്യൂ. പ്രോബ്ലം പ്രാക്ടീസ് ആണ്. എങ്ങനെ? അല്ലെങ്കിൽ ഞാൻ ക്യാമറ ഓഫ് ആക്കിയിട്ട് ഇരുന്നോട്ടെ സർ. ഓക്കെ ഓക്കെ ഷുവർ ഷുവർ ഹാഫ് ഷുവർ. ആൻ അവർ കൂടെ അല്ലേ ഉള്ളൂ, അതെ ഞാൻ അതെ അതെ അതെ. ക്യാമറ ഓഫ് ചെയ്തിട്ട്. ഓ ഷുവർ 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 ഷുവർ. ഓക്കെ. ഓക്കെ. ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ. പ്രോപ്പറായിട്ട് ഒന്ന് എഴുതിയെടുക്കുക.
ക്വസ്റ്റ്യൻ ആണ് മൊത്തമായിട്ട് കാണിക്കുമോ? ഒരു മിനിറ്റ്. ഓക്കെ. ഇത് എഴുതിയോ? എന്താ അവസ്ഥ? എഴുതി കഴിഞ്ഞു. എഴുതി കഴിഞ്ഞിട്ടുണ്ടോ? Yes, ഓക്കെ sir. അല്ലേ? എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? Yes, sir. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഒരു മിനിറ്റ് ഷെയർ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സാർ, പറ. Q2 അൺലിമിറ്റഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ല, അപ്പൊ എത്രയായാലും കുഴപ്പമില്ല ഡിമാൻഡ്, അങ്ങനെയല്ലേ? അതെ, ഡിമാൻഡ് അൺലിമിറ്റഡ് ആണ്. എത്ര യൂണിറ്റ്സ് വേണമെങ്കിലും Q2, അതായത് അത് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും അത് ആൾക്കാർ വാങ്ങാനുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്, ഉദ്ദേശിക്കുന്നത്. ഓക്കെ.
സർ ഇതിൽ 12ഉം പിന്നെ താഴെ 8ഉം അതെന്തായിരുന്നു സർ? കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ് 8ഉം 8.5ഉം. ഓക്കെ, 12 എന്ന് പറയുന്നത് 20 മൈനസ് 6 മൈനസ് 4 മൈനസ്. അതല്ലേ കോൺട്രിബ്യൂഷൻ? ഓക്കെ 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 ഓക്കെ, അതെന്തോ ഒരു ഇററാണ് കേട്ടോ. മീൻസ് അത് നോക്കണ്ട. ഓക്കെ, ഒരു മിനിറ്റ്. സാർ ആ 3 വേരിയബിൾ കോസ്റ്റിന്റെയും ടോട്ടൽ ആണോ? ടോട്ടൽ അല്ലേ? ടോട്ടൽ അല്ലേ അത്? 6, 4, അതെ, അതിന്റെ ടോട്ടൽ. ഓക്കെ, അതിന്റെ ടോട്ടലാ. അതെ 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 അതെ. പക്ഷെ ബോധർ ചെയ്യണ്ട. ഓക്കെ, ഡയറക്റ്റ് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, അന്ന് ബോധർ ചെയ്യണ്ട. ഓക്കെ, അതിന്റെ റാങ്കിങ് ഒന്ന് വായിക്കാം, അത് കറക്റ്റ് ആണോ പറയും. ഓക്കെ. ബഷീറ കറക്റ്റ് ആണ്. ആരാധന കറക്റ്റ് ആണ്. റാങ്കിങ് കറക്റ്റ് ആണ് കേട്ടോ ആരാധന. ഇനി ഫൈനൽ ആൻസറിലോട്ട് പോ. ഓക്കെ, ആരാധന കറക്റ്റ് ആണ് ആൻസർ. ശിവാനി റാങ്കിങ് കറക്റ്റ് ആണ്. ഓക്കെ, ഗുഡ്. ഇനി ഫൈനൽ ആൻസറിലോട്ട് പോ. ആൻസർ കറക്റ്റ് ആണോ? എന്തിനാ Q1 പ്രൊഡ്യൂസ് ചെയ്യുന്നത്? തെറ്റാണ്. Q2 കറക്റ്റ് ആണോ? രണ്ടും തെറ്റാ. അല്ല സാർ, ഡിമാൻഡ് ഇല്ലേ? അപ്പൊ നമ്മൾ Q1 പ്രൊഡ്യൂസ് ചെയ്യണ്ട?
നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എന്താ ചെയ്തത്? ഓ ആ റാങ്കിങ് വൈസ് ഏതാണോ വലുത് അതെടുത്താൽ മതി. ഓക്കെ. Q2 യൂണിറ്റ്സ് കറക്റ്റ് അല്ല. അല്ല, അതെങ്ങനെ കറക്റ്റ് ആവും? മിനിറ്റ്. ഇപ്പൊ കറക്റ്റ് ആയോ? നോട്ടെ, ഇപ്പോഴും തെറ്റാണല്ലോ. അതങ്ങനെ അത്ര എമൗണ്ട് ഒക്കെ കിട്ടുന്നത്? ചെയ്യും, ഞാൻ എവിടെ തെറ്റ് വെച്ചാ എന്താ പറയാ നമ്മുടെ എഴുതാം. ഓക്കെ ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കോൺട്രിബ്യൂഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ്? The maximum demand for these product is 500 units per week for Q1 and unlimited numbers of എത്ര യൂണിറ്റ്സ് Q2 പ്രൊഡ്യൂസ് ചെയ്യാം? ഓക്കെ, എത്ര യൂണിറ്റ് Q2 പ്രൊഡ്യൂസ് ചെയ്യാം? പക്ഷെ നമ്മളെ അടുത്ത് എന്താണ്? ലിമിറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉള്ളൂ. ഇഫ് മെറ്റീരിയൽ വേർ ലിമിറ്റഡ് ടു 2000 kg പെർ വീക്ക്, ഒരു വീക്കിന് 2000 kg ആണ് എന്തുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അത് അവിടെ പ്രോപ്പർ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ $2 പെർ kg, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ചെയ്താൽ 3 കിട്ടും. അതുപോലെ തന്നെ 2 ചെയ്താൽ 2.5 കിട്ടും. ഓക്കെ, അതെന്ത് ചെയ്യാം? അതിവിടെ ഡിവൈഡ് ചെയ്താൽ 3, അതുപോലെ തന്നെ ഡിവൈഡ് ബൈ 2.5. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്തിലോട്ട് എത്താം? കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ യൂണിറ്റ്. ഓക്കെ, ലിമിറ്റിംഗ് ഫാക്ടർ യൂണിറ്റിലോട്ട് എത്താം. ഡയറക്റ്റ് ആയിട്ട് കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ യൂണിറ്റിലോട്ട് എത്താം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര കിട്ടും? 2.6ഉം അതുപോലെ തന്നെ 3.4ഉം കിട്ടിയില്ലേ? ഇതാണ് എന്ത്? കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ. ഓക്കെ, എന്നിട്ട് നമ്മൾ റാങ്ക് ചെയ്തു. റാങ്ക് ചെയ്യുന്ന എങ്ങനെ? റാങ്കിങ് മേലെയാണ് ചെയ്യുന്നത് കേട്ടോ. റാങ്കിങ് ഏതാ ഫസ്റ്റ് റാങ്ക് വരുന്നത്? Q2 ഫസ്റ്റ് വരും, സെക്കൻഡ് എന്ത് വരും? Q1 വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞത്? അൺലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് Q2 പെർ വീക്ക് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഡ്യൂസ് ചെയ്യാം. നമ്മളടുത്ത് ടോട്ടലി അവൈലബിൾ എത്ര? 2000 ഡിവൈഡഡ് ബൈ Q2 ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 2.5 kg ഇസിക്കൽ ടു 2000 ഡിവൈഡഡ് ബൈ 2.5 ഇസിക്കൽ ടു 800 യൂണിറ്റ്സ് ഓഫ് എന്ത്? 800 യൂണിറ്റ്സ് ഓഫ് Q2. ഇതാണ് ആൻസർ. എവിടെ ശിവാനിക്ക് തെറ്റിയത്? KG കൺവേർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് എഴുതിയ ആൻസറിൽ അതാണ്. ഓക്കെ,
KG കൺവേർട്ട് ചെയ്താലാണ് നമുക്ക് എന്തൊക്കെ എത്താൻ പറ്റുക, ബെസ്റ്റ് പ്രൊഡക്ഷൻ പ്ലാൻക്ക് എത്താൻ പറ്റുക. കാരണം 2000 KGയിലാണ് നിൽക്കുന്നത്. ഓക്കെ, 2000 KGന്റെ കോസ്റ്റിലല്ല നിൽക്കുന്നത്. ഓക്കെ, അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ അത് കോസ്റ്റിക്ക് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ആൻസർ കിട്ടും. സർ കോസ്റ്റ്ക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാ? 2000 ഒന്നുമില്ല, kg. 2000 ഇൻറ്റു എത്രയാണ് കോസ്റ്റ്, എത്രയാണ്? 2 per kg അല്ല, 2 ഓ ചെയ്യും ഓക്കെ 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 സർ. ആ രീതിയിൽ. എന്നിട്ട് 5 വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 800 കിട്ടും. ഓക്കെ, ഒന്ന് എഴുതിയെടുത്ത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഡൗട്ട് ഉണ്ട് എന്നുള്ളത് പറയാം. ഓക്കെ, ഡൗട്ട് ഇല്ലെങ്കിൽ ഡൗട്ട് ഇല്ല എന്ന് പറയാം. ഓരോരുത്തരും അൺമ്യൂട്ട് ചെയ്ത്. ക്ലിയർ ആയി. ആരാധന, എന്താ അവസ്ഥ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? Yes, sir. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് ഉണ്ടോ? ഒക്കെ കണക്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ടോ? എന്താ അവസ്ഥ എന്ന് പറഞ്ഞു. Yes, sir. Purple. കുഴപ്പമില്ല എന്നാണോ ഓക്കെ ആണെന്നാണോ? Okay. ഓക്കെ. വാട്ട് അബൌട്ട് മുബഷിറ? മുബഷിറ എന്താ അവസ്ഥ? ഓക്കെ ആണോ? Yes, sir. Okay ആണ്. ലിമിറ്റിംഗ് ഫാക്ടർ ഓക്കെ ആണ് സർ. ഓക്കെ, അപ്പോൾ ലിമിറ്റിംഗ് ഫാക്ടറിലെ ഒരു ഭാഗം കഴിഞ്ഞു. ഓക്കെ, കുറച്ചൊന്ന് ലെവലപ്പ് ചെയ്യാം. ഓക്കെ, ലിമിറ്റിംഗ് ഫാക്ടറിന് തന്നെ ഒന്നൊന്ന് ലെവലപ്പ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. നമ്മളിപ്പോൾ പഠിച്ചത് ലിമിറ്റിംഗ് ഫാക്ടർ ഡിസിഷൻസ്. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടായിട്ട് വെക്കണം. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യാണ്. അതിൽ ഒന്ന് സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടർ, അതാണ് ഇപ്പൊ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുള്ളത് സിംഗിൾ ആണ്. ഇനി ഇതിന്റെ തന്നെ മൾട്ടിപ്പിൾ ലിമിറ്റിംഗ് ഫാക്ടറും ഉണ്ട്. ഓക്കെ, മൾട്ടിപ്പിൾ ലിമിറ്റിംഗ് ഫാക്ടറും ഉണ്ട്. ഓക്കെ, മൾട്ടിപ്പിൾ ലിമിറ്റിംഗ് ഫാക്ടർ പറഞ്ഞാൽ ഇവിടെ ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ ലേബറോ ഏതെങ്കിലും ഒരു എലമെന്റ് ആണ് എന്തായിട്ട് വന്ന്, ഏതെങ്കിലും ഒരു ഫാക്ടറാണ് ലിമിറ്റഡ് ആയിട്ട് വന്നു. ഇവിടെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ലിമിറ്റഡ് ആയിട്ട് വരും. ഓക്കെ, ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ Yes, sir. എങ്ങനെയാണ് ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് ഫൈൻഡ് ചെയ്തു. സെക്കൻഡ് കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ യൂണിറ്റ് ഫൈൻഡ് ചെയ്തു. തേർഡ് റാങ്ക് ചെയ്തു. എങ്ങനെയാ റാങ്ക് ചെയ്ത്? ഹൈ ടു ലോയിൽ റാങ്ക് ചെയ്തു. ഫോർത്ത് ബെസ്റ്റ് പ്രൊഡക്ഷൻ പ്ലാൻ, ബെസ്റ്റ് പ്രൊഡക്ഷൻ. ഓക്കെ, ഈ രീതിയിലാണ് എന്ത് പോയിട്ടുള്ളത്, സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടർ പോയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ലിമിറ്റിംഗ് ഫാക്ടർ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കാം. ഓക്കെ, അതിനുള്ള ടൈമല്ലേ ഉള്ളൂ. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കാം. കൂടുതലായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, മൾട്ടിപ്പിൾ ലിമിറ്റിംഗ് ഫാക്ടർ. ഓക്കെ, സെയിം ഇഡ്ഡലി ദോശ. ഡിമാൻഡ് 500 യൂണിറ്റ്സ്. ഇവിടെയും 500 യൂണിറ്റ്സ് ഡിമാൻഡ് ഉണ്ട്. ഇഡ്ഡലി ദോശ ബാറ്റർ പെർ പ്രോഡക്റ്റ്. ലിമിറ്റിംഗ് ഫാക്ടർ ഇഡ്ഡലി ദോശ ബാറ്റർ ആണ്, ഇൻറ്റു 2 സ്പൂൺ, ഇവിടെ 5 സ്പൂൺ.
ഓക്കെ, ഐ തിങ്ക് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ മാറ്റിയിട്ട് വേറൊരു എക്സാമ്പിൾ പിടിച്ചാലോ. നമുക്കൊരു ഡ്രസ്സിന്റെ എക്സാമ്പിൾ ആക്കാം. ഓക്കെ, ഒന്നുകൂടി ബെറ്റർ അതാ, മൾട്ടിപ്പിൾ പറയല്ല, ഒന്നുകൂടി ഡെപ്ത് ആയിട്ട് ചിലപ്പോൾ ഇതിൽ ചില സംഭവങ്ങൾ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന പോലെ തോന്നും. ഓക്കെ, നമ്മൾ നേരത്തെ സെയിം ഇതിൽ പറയുമ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, വേറൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, അതാ ബെറ്റർ. ഓക്കെ, രണ്ട് പ്രോഡക്ട്സ് ഉണ്ട്, ഷർട്ടും ഉണ്ട്, ടീഷർട്ടും ഉണ്ട്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ്, അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ മാർജിൻ നമ്മൾ എഴുതുന്നു. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് ഷർട്ടിന് 12 ആണ്, ടീഷർട്ടിന് 8 ആണ്. അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് 4ഉം 2 ആണ്. അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ മാർജിന് 8ഉം അതുപോലെ തന്നെ 6ഉം. ഓക്കെ, നമ്മൾ രണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ട്, നമുക്ക് രണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ഓക്കെ, 2 കൺസ്ട്രെയിൻസ്. ഓക്കെ, രണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ട്. എന്തിലൊക്കെയാണ് കൺസ്ട്രെയിൻസ് ഉള്ളത്? ക്ലോത്ത്, അതുപോലെ തന്നെ ലേബർ ഹവറും, അതായത് മെറ്റീരിയലും ലേബർ ഹവറിലും. ഓക്കെ, മെറ്റീരിയലും ലേബർ ഹവറിലും നമുക്ക് എന്താണ് കൺസ്ട്രെയിൻഡ് ആണ്. നമുക്കിത് ഇതിന്റെ ഡയറക്റ്റ് ചെയ്താട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ. അപ്പോ ഷർട്ടിനാണ് എന്നുണ്ടെങ്കിൽ ക്ലോത്ത് 3 മീറ്റർ വേണം. ഓക്കെ, ഷർട്ടിന് 3 മീറ്ററും ടീ ഷർട്ടിന് 2 മീറ്ററും ആണ് വേണ്ടത്. ഓക്കെ, ക്ലോത്ത് ഒരു ഷർട്ട് ഉണ്ടാക്കാൻ 3 മീറ്റർ ക്ലോത്തും ഒരു ടീ ഷർട്ട് ഉണ്ടാക്കാൻ 2 മീറ്റർ ക്ലോത്തും ആണ് വേണ്ടത്. അതുപോലെ തന്നെ ലേബർ 10 ഹവർ ഷർട്ടിനും അതുപോലെ തന്നെ 15 ഹവർ എന്തിനും ലേബറിനും വേണം. ടോട്ടലി എത്ര അവൈലബിൾ? ടോട്ടൽ അവൈലബിൾ 900 മീറ്റർ ക്ലോത്തും ഉണ്ട്, അതുപോലെ തന്നെ 600 ഹവേഴ്സ് എന്തുണ്ട്, ലേബറും അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, 600 അവർ ലേബറും അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ. നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞു? കാൽക്കുലേറ്റ് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു. ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ എങ്ങനെയാന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പോ ഈ മൾട്ടിപ്പിൾ എന്താണ് സിറ്റുവേഷൻ? മൾട്ടിപ്പിൾ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞത് എന്താ? ഒരു സിറ്റുവേഷൻ ആണ്. നേരത്തെ സിംഗിൾ പോലെ തന്നെ ഇവിടെ എന്താണ്, രണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഓക്കെ, രണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ടാവും. അതാണ് മൾട്ടിപ്പിൾ ലിമിറ്റിംഗ് ഫാക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ എക്സാമ്പിൾ ത്രൂ അത് മനസ്സിലായില്ലേ? മൾട്ടിപ്പിൾ ലിമിറ്റിംഗ് ഫാക്ടർ എന്താന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഓക്കെ അല്ലേ? Yes, sir. ഓക്കെ, ഇതെങ്ങനെ ഫൈൻഡ് ചെയ്യും? ഏതൊക്കെ രീതിയിലാണ് ഫൈൻഡ് ചെയ്യാൻ പറ്റുക? ഏത് രീതിയിലാണ് ഫൈൻഡ് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇവിടെ നമ്മൾ ആ എന്താ പറയാ തേർഡ് സ്റ്റെപ്പ് യൂസ് ചെയ്യണ്ടോ? CM ഡിവൈഡഡ് ബൈ ലിമിറ്റിംഗ് ഫാക്ടർ പെർ യൂണിറ്റ്. അങ്ങനെ യൂസ് ചെയ്താൽ കിട്ടുമോ? നിങ്ങളൊന്ന് ഫൈൻഡ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ എന്താന്നുള്ളത്. ഇത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്യുള്ളൂ. ഓക്കെ, കാരണം ടൈം വേണം, അത്യാവശ്യം നല്ല ടൈം വേണം ഇത് ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്യുള്ളൂ. ബട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്ക്, ഈ ഒരു ക്വസ്റ്റ്യന് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും.
കുറച്ച് മാത്സ് ഒക്കെ അറിയണം. ഓക്കെ, ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈൻഡ് ചെയ്ത് നോക്കുക. രണ്ട് ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ട്. ഓക്കെ, രണ്ട് ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത് ഫൈൻഡ് ചെയ്യുക? ജസ്റ്റ് റഫായിട്ട് ചെയ്തട്ടോ, നോട്ടിൽ ചെയ്യാതെ നിൽക്കുക. ഓക്കെ, അതാണ് ബെറ്റർ. നിങ്ങൾ റഫായിട്ട് ഒരു പേജിലൊക്കെ എഴുതുക. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള നോട്ട് നാളെ തരാം. ഇതിപ്പോ പറഞ്ഞാൽ തീരൂല, ഒരു 10 മിനിറ്റ് കൂടിയല്ലേ ഉള്ളൂ. നമുക്ക് നിങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഡിമാൻഡ് അൺലിമിറ്റഡ് ഡിമാൻഡ് ആട്ടോ, അത് എഴുതാൻ പറഞ്ഞു. അൺലിമിറ്റഡ് ഡിമാൻഡ് ആണ് രണ്ട് പ്രോഡക്റ്റിനും. ഷർട്ടിനാവട്ടെ ടീഷർട്ടിനാവട്ടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡിമാൻഡ് കൂടിയാണ്. സർ, ഇതിനകത്ത് റാങ്കിങ് ചെയ്യാൻ പറ്റില്ല. കാരണം ലിമിറ്റഡ് ഫാക്ടർ നോക്കുമ്പോൾ ക്ലോത്തില് ഷർട്ട് ക്ലോത്തിൽ ഷർട്ട് റാങ്ക് കുറവാണ്. ക്ലോത്തില് ലേബർ ആണ്. ലേബർ വൈസ് നോക്കുമ്പോൾ റാങ്കിങ്ങില് ഷർട്ട് ഫസ്റ്റ് വരുന്നുണ്ട്, പക്ഷെ ടീഷർട്ടിൽ ലേബർ വൈസ് വരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് കിടക്കുന്നത്. ഷർട്ടിലാണെങ്കിൽ ക്ലോത്ത് വൈസ് നോക്കുമ്പോൾ ടീഷർട്ടിലാണ് റാങ്ക് ഫസ്റ്റ് വരുന്നത്, ഷർട്ടിന് കുറവാണ്. അപ്പൊ ഓക്കെ, ഒരു അപ്പൊ ഇതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം? അപ്പൊ ആ രീതിയിലല്ല നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ സാർ, സെയിം പ്രോസസ്സിൽ പോയിട്ട് കാര്യമില്ല. ഓക്കെ, ഓക്കെ സാർ. ഒന്നും കൂടി മാത്തമാറ്റിക്കൽ ആയിട്ടൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കെ, ഇക്വേഷൻ ഒക്കെ ഇട്ട് ആൽജബ്രിക് മെത്തേഡ് ഒക്കെ യൂസ് ചെയ്തിട്ട്. ഓക്കെ സാർ. ഓക്കെ, എന്താ അവസ്ഥ? കിട്ടോ? ആൻസർ കിട്ടോ? സർ,
മനസ്സിലായില്ല സർ. സർ ഈ എക്സും വൈ ഒക്കെ ഇട്ടിട്ട് കാണേണ്ടതാണ് അതൊക്കെ. എക്സും വൈ ഒക്കെ നമ്മള് മറ്റേ എക്സ് ബി ദ ഷർട്ട് ആൻഡ് വൈ ബി ദ ടീഷർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനൊക്കെ ചെയ്തു നോക്ക്. അൽജബ്രിക് ഇക്വേഷൻ ഒക്കെ അറിയോ? അൽജബ്രിക് മെത്തേഡ് കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്ത് പരിചയമുണ്ടോ അതിലൊക്കെ? മറന്നുപോയി സർ. 10th വിട്ടുപോയത് അതൊക്കെ 2009 ഓക്കെ 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 ഹയർ സെക്കൻഡറിയിൽ മാത്തമാറ്റിക്സ് ഒഴിവാക്കിയിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തു സർ. പിന്നീട് ഓ മാത്സ് ഇല്ല. ഓക്കെ 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 നമ്മളിവിടെ പഠിക്കും. എത്രയിലാ പഠിച്ചതെന്ന് പറഞ്ഞാൽ 2009 9ല് ഓ നമ്മള് 2026 അത് റിവൈസ് ചെയ്യും. ഓക്കെ ഒന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരേണ്ടി വരും. ഓ ഷുവർ 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 ഷുവർ. പക്ഷെ ഇന്ന് നമുക്ക് ഇനി ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ ഉള്ളൂ. പിന്നെ നിങ്ങള് ഒരാള് ക്ലാസ്സിൽ ഓൾറെഡി ഇല്ല. പിന്നെ ഈ ഓരോ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഒരു 100% ക്ലാസ്സിൽ ഇല്ലാഞ്ഞാല് ഇത് മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്റ്റോപ്പ് ചെയ്തത്. അതെ ഞാൻ സർ. ഇന്ന് മൾട്ടിപ്പിളും കൂടി എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഓരോരുത്തരുടെ സിറ്റുവേഷൻ കണ്ടിട്ട് അപ്പോ സർ എനിക്ക് ബെറ്റർ ടു ക്വസ്റ്റ്യൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ശരിക്കും തിങ്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കുറച്ച് പെയിൻ ആയതുകൊണ്ട്. ഓക്കെ 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 നോ ഇഷ്യൂസ് നോ ഇഷ്യൂസ്. ഓക്കെ കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് പ്രോപ്പർ ആയിട്ട് എങ്ങനെ ഇത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ പറഞ്ഞു തരുമ്പോൾ പ്രോപ്പർ ആയിട്ട് അത് ഓക്കെ സർ. 100%-ൽ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് അതേപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ ഇത് പല രീതിയിലും ഓക്കെ സർ. ചെയ്യാം. ഓക്കെ ആൽജബ്രിക്കിൽ തന്നെ എലിമിനേഷൻ മെത്തേഡിലും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലും ചെയ്യാം. അതുപോലെ തന്നെ ഗ്രാഫിക്കലായിട്ടും ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് എന്ത് ചെയ്യാം, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും നമ്മുടെ അടുത്ത് ഒരു എക്സാമിന് പോകുമ്പോൾ ഗ്രാഫിക്കലായിട്ടൊന്നും ഇത് നമുക്ക് ഈ ഒരു ചാർട്ടോ പോലെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ അപ്പൊ അതിനെന്തായാലും പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആൽജബ്രിക്കിൽ 2 മെത്തേഡും നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് MCQന് വേണ്ടി മാത്രമായിട്ട് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡും ഓക്കെ അതും നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞുതരും. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് തോന്നുന്നത് അത് ചൂസ് ചെയ്യാം. ഓക്കെ നിങ്ങൾക്ക് ഏതാണോ ഓക്കെ സർ. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് തോന്നുന്നത് അത് ചൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോ അത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇപ്പോൾ ഈ ലിമിറ്റിംഗ് ഫാക്ടറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അത് ഓക്കെ അല്ലേ? ഓക്കെയാണ് സർ. അത് അതൊക്കെ അതിലെ കൺസെപ്റ്റിലൊന്നും കാര്യങ്ങളൊന്നും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ ഇല്ല സർ. ഓരോന്ന് എടുക്കുന്നതിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ നമ്മൾ ക്ലാസ്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അത് ത്രൂ എന്ത് ചെയ്യുക, വാട്സപ്പിലൊക്കെ വന്ന് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ സർ ത്രൂ കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ഓരോ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ അതിൻ്റെയൊക്കെ മുമ്പ് നിങ്ങൾ റെക്കോർഡിങ്സ് ഒന്നും കൂടി റിപ്പീറ്റഡ് ആയിട്ട് കേട്ടിട്ടും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ റെക്കോർഡിങ്സ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ചിലപ്പോൾ മേ ബി നിങ്ങൾ ക്ലാസ്സിൽ ഒരു 100% ആയിട്ട് ഇരിക്കാത്തോണ്ടാവാം മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, അത് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തത്. മേ ബി ഓക്കെ മേ ബി ഓർ നോട്ട്. ഓക്കെ അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളും പഠിച്ചു പോവുക. എനിക്ക് കഴിഞ്ഞ ദിവസത്തിലേറെ എല്ലാവരും ബെറ്റർ ആയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ കഴിഞ്ഞ ദിവസം ലിറ്ററലി ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ ദിവസം ഹോംവർക്ക് ആയിട്ട് തരേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ബട്ട് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മളെ എനിക്കൊരു 100% നിങ്ങൾ കിട്ടിയില്ല. ഓക്കെ പ്രത്യേകിച്ച് ശിവാനി അതേപോലെ തന്നെ ആരാധന ഒന്നും ഒരു പ്രോപ്പർ ആയിട്ട് ഒരു കൺസെപ്റ്റ് മനസ്സിലാവാത്ത പോലെ എനിക്ക് തോന്നി, പേഴ്സണലി തോന്നി. ബട്ട് ടുഡേ ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ബെറ്റർ. ഓക്കെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ അതിന് എഫേർട്ട് എടുത്ത് ഇരുന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അപ്പോ അത് പ്രോപ്പർ ആയിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്തു, നിങ്ങളുടെ ഗ്രാഫ് മേലോട്ട്
ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഗുഡ്, ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വീട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു അർത്ഥം കൂടിയാണ്. ഓക്കെ, ഈ ഒരു ഗ്രോത്ത് ഒക്കെ പ്രോപ്പറായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എഫേർട്ട് എടുത്ത് ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇരിക്കുക. ഈ ഒരു 10 months ഓർ 1 year, ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് തന്നെ മാക്സിമം ഈ 10 months ഓർ 1 year, ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇരുന്നിട്ട് പ്രോപ്പറായിട്ട് ഈ എക്സാം ഒക്കെ എന്ത് ചെയ്യുക, ക്രാക്ക് ചെയ്ത് പോവാം. ഓക്കെ ഓക്കെ, അതിന് വേണ്ട എന്ത് ഹെൽപ്പുകളും നമ്മളുടെ ഫാക്കൽറ്റീസ് ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും. എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ ഓക്കെ അല്ലേ? Yes, sir. ഓക്കെ, യെസ് സർ. എത്ര ആള് ഇതിന്റെ CVP-ന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ CVP റിവൈസ് ചെയ്യുന്നുണ്ട്? നമ്മള് എക്സാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോ എനിക്ക് ഹോക്കിൽ ഇതുവരെ രജിസ്റ്റർ ആവാൻ പറ്റിയിട്ടില്ല. ഞാൻ ബാലചന്ദ്രൻ സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു അതിനെന്തോ ലിങ്കിന്റെ എന്തൊക്കെയോ പറയണ്ടായിരുന്നു. അത് ഓക്കെ കുറച്ച് ദിവസത്തിലേ ശരിയാവുള്ളൂ. അപ്പോഴേ എനിക്ക് ഹോക്ക് എന്താ ക്വസ്റ്റ്യൻസ് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ 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 ഓക്കെ, അങ്ങനെ ഉണ്ട് അല്ലേ, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, വാട്ട് അബൌട്ട് മുബഷിറ, ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ? ഒന്ന് രണ്ടെണ്ണമൊക്കെ സർ. ഓക്കെ, 1-2 ക്വസ്റ്റ്യൻസ് ആണോ, 1-2 ടോപ്പിക്കുകളാണോ? ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഞാൻ നോക്കിയുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, അതായത് പ്രോപ്പറായിട്ട് അതിലോട്ട് ഇരുന്നിട്ടില്ല എന്നർത്ഥം. ഓക്കെ, ആരാധന? സർ എന്റെ നോട്ടത്തെ കഴിയണുള്ളൂ, അത് കഴിഞ്ഞിട്ട് ചെയ്യാച്ചിട്ട്. ഓക്കെ 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 ഓക്കെ, പ്രോപ്പറായിട്ട് അതിൽ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീക്കെൻഡ്സ് ഒക്കെ വെറുതെ ടൈം കളയാതെ മാക്സിമം നിങ്ങൾക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ, പല ആൾക്കാരും പല രീതിയിലാണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ 2 സെക്ഷൻസ് കംപ്ലീറ്റ് ആയ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, എക്സെപ്റ്റ് ശിവാനി. ഓക്കെ, അപ്പോ അവരെന്ത് ചെയ്യുക, ആ ഒരു സെക്ഷൻസും എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് നോക്കുക, ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോവുക. ഓക്കെ, ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, ക്ലബ് ചെയ്ത് പോവുക. ഓക്കെ, ഇതിന്റെ ഇടയിൽ അതും പഠിക്കുക ഇതും പഠിക്കുക. ഓക്കെ, എക്സാമിന് ഒരിക്കലും സെക്ഷൻ സി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ഓക്കെ, ഇനി ഫുള്ള് ആ ടോപ്പിക്കിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക, മിക്സ്ഡ് അപ്പ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ചിലപ്പോൾ സെക്ഷൻ സി എന്നാവാം, ചിലപ്പോൾ സെക്ഷൻ എ എന്നാവാം. അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഓരോ സെക്ഷൻസും പ്രോപ്പറായിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ ഈ മൾട്ടിപ്പിൾ പ്രോഡക്ട്സിന്റെ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അടുത്ത ക്ലാസ്സിൽ ഒരു 100% ആയിട്ട് ഇരിക്കുക. ഓക്കെ, അതിനുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് വരിക. ഓക്കെ, പിന്നെ ഇന്നെടുത്ത ക്വസ്റ്റ്യൻസ് തെറ്റിയതൊക്കെ ഉണ്ട്, കുറച്ച് പേർക്കൊക്കെ തെറ്റിയതുണ്ട്. എന്താണ് അവിടെ തെറ്റാൻ കാരണം എന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ തന്നെ ഒന്നും കൂടി ഒക്കെ ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു പോവാം. ഓക്കെ ഓക്കെ സർ, ബൈ സർ. ഓക്കെ, ബൈ. താങ്ക് യു സർ. ഓക്കെ.